എല്ലാ മഹാഭാരത പ്രേമികൾക്കും സാദര നമസ്കാരം. നമ്മൾ പറഞ്ഞു വച്ച കഥ സത്യവതി മാതാവ് കുരുവംശം ക്ഷയിച്ചു പോകുന്ന അവസ്ഥയിൽ അതിൻ്റെ പരിഹാരം എന്താണ് എന്ന് ഭീഷ്മരുമായിട്ട് ചർച്ച ചെയ്യുന്ന സന്ദർഭമാണ്. ഒടുവിൽ അവർ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ്, സാക്ഷാൽ വേദവ്യാസ മഹർഷി നമ്മുടെ വംശത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചു. വ്യാസൻ നമ്മുടെ കുലത്തിന് സന്തതി ഉണ്ടാകട്ടെ, അത് നമ്മുടെ കുലത്തിന് ഹിതകരമായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് ഉയർന്നു വന്നത്. ഭീഷ്മർ അത് സമ്മതിച്ചു. സത്യവതി തൻ്റെ മകനെ സ്മരിച്ച മാത്രയിൽ തന്നെ സാക്ഷാൽ വേദവ്യാസ മഹർഷി അവിടെ അത്ഭുതകരമെന്നവണ്ണം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഭവതിക്ക് എന്നെക്കൊണ്ട് എന്ത് കാര്യമാണ് നേടാനുള്ളത്? ഞാൻ ഭവതിക്ക് വേണ്ടി എന്തും ചെയ്തു തരാം എന്ന് മകൻ അമ്മയോട് പറയുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ നിന്റെ സഹോദരനിൽ അനിയനിൽ സന്താനത്തെ ഉണ്ടാക്കണം, നമ്മുടെ രാജ്യം അനാഥമായി തീരരുത് എന്ന് അമ്മ മകനോട് പ്രാർത്ഥിച്ചപ്പോൾ വ്യാസൻ തൻ്റെ അമ്മയോട് പറഞ്ഞു, ഭവതി ധർമ്മം അറിഞ്ഞവളാണ്, അതുകൊണ്ട് തന്നെ നിന്റെ ഇഷ്ടം ഞാൻ സാധിപ്പിച്ചു തരും. നിന്റെ പുത്രനിൽ ഞാൻ മിത്രാവരണന്മാർക്ക് തുല്യന്മാരായ മക്കളെ ഉൽപ്പാദിപ്പിച്ചു തരാം. അതിന് വധുക്കളെ നീ തയ്യാറാക്കി വെച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവർ ഒരു വർഷക്കാലം കഠിനമായ വ്രതം എടുക്കേണ്ടതുണ്ട്. വ്രതം എടുക്കാതെ ഒന്നും നല്ല രീതിയിൽ കലാശിക്കുകയില്ല. എല്ലാ സഫലത്തിനും വ്രതം ആവശ്യമാണല്ലോ. പക്ഷെ സത്യവതി ഒരു വർഷക്കാലം ക്ഷമിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു മഹത്തായ വംശത്തിൻ്റെ സന്തതി പരമ്പരകളെ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ സന്ദർഭത്തിൽ പോലും അല്പകാലം ക്ഷമിക്കാൻ സത്യവതി തയ്യാറില്ല. ഒരു വ്രതത്തിന് വേണ്ടിയിട്ട് തൻ്റെ സ്പൃഹകളെ തയ്യാറെടുപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ള ഒരു ചിന്ത, ക്ഷമയില്ലായ്മ, അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഈശ്വരീയമായിട്ടുള്ള ഒരു സങ്കല്പം, അതുപോലെ അല്പം ഒരു വിട്ടുവീഴ്ച മനോഭാവം, ത്യാഗസന്നദ്ധത, കാത്തിരിക്കാനുള്ള മനസ്ഥിതി, ഇതൊന്നും സത്യവതി ഈ സന്ദർഭത്തിൽ കാണിച്ചില്ല എന്നുള്ളത് കുരുവംശത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഈ തീരുമാനങ്ങളൊക്കെ സ്വാധീനിച്ചു എന്ന് പറയേണ്ടി വരും. വ്രതം എടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ വേദവ്യാസ മഹർഷി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്റെ പുത്രവധുക്കൾ എൻ്റെ വൈരൂപ്യവും എൻ്റെ ഗന്ധവും എൻ്റെ വേഷവും ഒക്കെ അവർ സഹിക്കേണ്ടി വരും. അങ്ങനെ എന്നെ സഹിക്കുക എന്ന കാര്യം ഒരു വ്രതമായിട്ട് അവർ സ്വീകരിക്കേണ്ടി വരും. അത് സത്യവതിയും സമ്മതിച്ചു. തൻ്റെ പുത്രവധുക്കളിൽ മൂത്തവളായ അംബികയെ സമീപിച്ച് അംബികയോട് കാര്യങ്ങൾ പറഞ്ഞു. അംബികയെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. പക്ഷെ ആരാണ് അംബികയിൽ പുത്രോത്പാദനം ചെയ്യുക എന്ന കാര്യം സത്യവതി തുറന്ന് പറഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഋതുകാലം വന്ന സമയത്ത് ഒരു പുരുഷനുമായിട്ട് ശരീരസംഘം ചെയ്യാവുന്ന ആ ശാരീരികമായിട്ടുള്ള ആ അവസരം വന്നപ്പോൾ സത്യവതി അണിഞ്ഞൊരുങ്ങി ആ കുരുവംശത്തിലുള്ള ചില യുവാക്കളായിട്ടുള്ള ആളുകളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്, ഭീഷ്മരെ പോലും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് തൻ്റെ ശയന കക്ഷയിൽ ഇരുന്നത്. ആ അംബികയെ, കുരുവംശത്തിലുള്ള ഏതോ രാജകുമാരനെ, യുവാവായിട്ടുള്ള രാജകുമാരനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആ അംബികയെ സമീപിക്കുന്നത് കപിലവർണ്ണത്തിലുള്ള ജടയും മുടിയും തീക്ഷ്ണമായ കണ്ണുകളും ഒക്കെയുള്ള ആ വേദവ്യാസ മഹർഷിയാണ്. ഒരു യുവതിയെ ഭ്രമിപ്പിക്കാനുള്ള അങ്കലാവണ്യമൊന്നും ഇല്ലാതെ തീവ്രമായ തപം ചെയ്ത പരിചയം മാത്രമുള്ള ആ ഋഷിവര്യൻ്റെ സ്വരൂപം അത് അംബിക പ്രതീക്ഷിച്ചതായിരുന്നില്ല. ശുശ്വാസ്തത് വചനം ശ്രുത്വാ ശയാനേ ശയനേ ശുഭേ സാചിന്തയത് തഥാ ഭീഷ്മം അന്യാംശ്ച കുരുപുങ്കവാൻ. കുരുവംശത്തിലുള്ള ക്ഷത്രിയന്മാരായിട്ടുള്ള ആളുകളെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മുന്നിൽ കണ്ടത് ആരെയാണ്? തസ്യ കൃഷ്ണസ്യ കപിലാം ജടാം ദീപ്തേ ചലോചനെ സഭ്രൂണി ചൈവ ശ്മശ്രൂണി ദൃഷ്ട്വാ ദേവീ ന്യമീലയത്. കപിലവർണ്ണത്തിലുള്ള ജടാകലാപങ്ങളും ദീപ്തമായ കണ്ണും കറുത്ത വർണ്ണവും അതുപോലെ താടി മീശ മുതലായ കാര്യങ്ങളും കണ്ടിട്ട് അംബിക തൻ്റെ കണ്ണ് ഇറുകെ അടക്കുകയാണ് ചെയ്തത്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം വേദവ്യാസൻ പുറത്തു വന്നു.
അക്ഷമയായിട്ട് നടക്കുന്ന ആ സത്യവതി മകനോട് ചോദിച്ചു, മോനെ, കാര്യങ്ങളൊക്കെ വേണ്ട പോലെ നടക്കുമോ? അപ്പോൾ വേദവ്യാസൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, 10,000 ആനയുടെ ശക്തിയും മഹാബുദ്ധിയുമുള്ള മഹാവീരനായിട്ടുള്ള ഒരു പുത്രൻ അംബികയിൽ ജനിക്കും. അപ്പോൾ സത്യവതി വളരെ സന്തോഷിച്ചു. വേദവ്യാസം കൂട്ടിച്ചേർക്കുകയാണ്, പക്ഷേ ആ പുത്രൻ ജന്മന അന്ധനായിരിക്കും. ഇത് സത്യവതിയെ വല്ലാതെ വിഷമിപ്പിച്ചു. അവൾ മകനോട് പറഞ്ഞു, അത് പറ്റില്ല, ഈ ഹസ്തനപുരിയുടെ കുരുവംശത്തിൻ്റെ രാജാവ് അന്ധനാകാൻ പാടില്ല. അതുകൊണ്ട് ഒരു അവസരം കൂടി തരൂ, യോഗ്യനായ ഒരു രാജകുമാരൻ, മറ്റൊരു രാജകുമാരനെ നീ എനിക്ക് തരൂ. ശരിയെന്ന് പറഞ്ഞ് യഥാസമയം രണ്ടാമത്തെ പുത്രവധുവായിട്ടുള്ള അംബാലികയെ തയ്യാറാക്കി പറഞ്ഞ് സമ്മതിപ്പിച്ചു. ആ അംബാലികയും വേദവ്യാസന്റെ ഈ വികൃത രൂപം കണ്ടിട്ട് വിവർണ പാണ്ഡുസങ്കാശ സമപദ്യത ഭാരത, മുഖം വിവർണമായി തീർന്നു, പാണ്ഡുവർണമായി തീർന്നു. അംബാലികയെ പ്രാപിച്ച് പുറത്തേക്ക് ഇറങ്ങിയ വേദവ്യാസൻ സത്യവതിയോട് പറഞ്ഞു, നിനക്കുണ്ടാകുന്ന ഈ പൗത്രൻ എങ്ങനെയുള്ളവനായിരിക്കും? പാണ്ഡുവായിരിക്കും. പാണ്ഡുവർണ്ണമുള്ളവനായിരിക്കും, അവൻ്റെ പേരും പാണ്ഡു എന്നായിരിക്കും. സത്യവതി ചോദിച്ചപ്പോൾ വ്യാസൻ ഇക്കാര്യം പറഞ്ഞു. വീണ്ടും ഒരു ഉത്തമ പുത്രനെ, ശാരീരികമായിട്ട് ആ യോഗ്യത കൂടി ഉള്ള ഒരു പുത്രനെ ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി വീണ്ടും അംബികയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് തയ്യാറാക്കി വെച്ചു. അംബിക ഇപ്രാവശ്യം തൻ്റെ ഭർത്തൃമാതാവിനെയും വേദവ്യാസനെയും കബളിപ്പിക്കാം, എന്നിട്ട് ഇതിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതി. അംബികയെ കുറ്റം പറയാനും സാധിക്കില്ല. കാരണം മുൻകൂട്ടി ഇന്ന ആളാണെന്ന് പറയാതെ, വേണ്ടത്ര ആ മനസ്സ് തയ്യാറെടുക്കാതെ ഈ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഇത് അനുഷ്ഠിച്ചത് എന്നുള്ളത് വലിയൊരു അംബികയോട് ചെയ്ത ഒരു കുറ്റമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല. ഏതായാലും അംബിക തൻ്റെ വേലക്കാരിയെ, തൻ്റെ ദാസിയെ തയ്യാറാക്കി വെക്കുകയും സുന്ദരിയായ ആ ദാസിയെ വേദവ്യാസ മഹർഷിയുടെ അടുത്തേക്ക് അയക്കുകയും ചെയ്തു. ആ വേദവ്യാസനെ ഈ ദാസി വളരെ സ്നേഹത്തോടു കൂടി, വളരെ സൗഹാർദ്ദത്തോടു കൂടിയിട്ട്, ഭക്തിയോട് കൂടിയിട്ട് സേവിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സന്തുഷ്ടനായ വേദവ്യാസൻ പറഞ്ഞു, നീ ഇന്നു മുതൽ ദാസി ആയിരിക്കുകയില്ല, നിന്റെ മകൻ മഹാപണ്ഡിതനായിരിക്കും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വിചിത്രവീരൻ്റെ പത്നിമാരായിട്ടുള്ള അംബികയിലും അംബാലികയിലും മക്കളുണ്ടായി, ഈ ദാസിയിലും മകനുണ്ടായി. അംബികയുടെ മകനായിട്ടുള്ള ധൃതരാഷ്ട്രർ ജന്മന അന്ധനായിട്ട് ജനിച്ചു. അംബാലികയുടെ മകൻ പാണ്ഡുവർണ്ണമുള്ള പാണ്ഡുവായിട്ട് ജനിച്ചു. ദാസീപുത്രനായിട്ട് വിതുരർ എന്ന മഹാപണ്ഡിതനും ജനിച്ചു. ആ വിതുരർ വാസ്തവത്തിൽ യമധർമ്മൻ്റെ മനുഷ്യ രൂപമായിരുന്നു, മനുഷ്യാംശമായിരുന്നു എന്നുകൂടി അവിടെ കഥ പറയുന്നു, ആ പൂർവ്വകഥ പറയുന്നു. പണ്ട് മാണ്ഡവ്യ മഹർഷി തൻ്റെ ആശ്രമത്തിൽ ധ്യാനനിരതനായിട്ടിരിക്കുന്ന സമയത്ത് രാജാവിൻ്റെ ധനം അപഹരിച്ച ഏതാനും കള്ളന്മാർ ഓടി വന്ന് ഈ ആശ്രമത്തിനകത്ത് വിളിക്കുകയും രാജഭടന്മാർ വന്ന് ചോദിച്ചപ്പോൾ മാണ്ഡവ്യ മഹർഷി ധ്യാനത്തിനായതുകൊണ്ട് അദ്ദേഹം മൗനം പാലിക്കുകയും ചെയ്തു. മുനിയൊന്നും മിണ്ടിയില്ല. ആശ്രമത്തിനകത്ത് നിന്ന് ഈ കള്ളന്മാരെ ഭടന്മാർ തൊണ്ടി സഹിതം പിടിക്കുകയും ചെയ്തപ്പോൾ ഈ മഹർഷിയും ഈ കള്ളന്മാർക്ക് സഹായം ചെയ്തവനാണ് എന്ന് ചിന്തിച്ച് ഈ ഭടന്മാർ മുനിയെയും പൊക്കിക്കൊണ്ടുപോയി രാജാവ് അദ്ദേഹത്തെ ശൂലത്തിലേറ്റുകയും ചെയ്തു. അദ്ദേഹം മരിച്ചില്ല. ശൂലത്തിലേറിയിട്ടും അദ്ദേഹം മരിക്കാതെ ജീവനോടെ ഇരുന്നു. അസഹ്യമായ വേദനയിലും അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് മരണം കാത്തു കിടന്നു. പക്ഷേ അദ്ദേഹത്തിന് മരണം സംഭവിച്ചില്ല. ഇങ്ങനെ ആ പ്രാണവേദനയോട് കൂടിയിട്ട് മരണം കാത്തു കിടക്കുന്ന ഈ മഹർഷിയുടെ അടുത്തേക്ക് ഏതാനും മറ്റു മഹർഷിമാർ പക്ഷികളുടെ രൂപത്തിൽ വന്ന്, ഭടന്മാരറിയാതെ പക്ഷിയുടെ രൂപത്തിൽ ഈ ഋഷിമാർ വന്നിട്ട് ചോദിച്ചു, അങ്ങ് എന്ത് പാപം ചെയ്തിട്ടാണ് തനിക്ക് അങ്ങേക്ക് ഈ പീഡനം അനുഭവിക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ മഹർഷി പറഞ്ഞു, എന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് മഹാനുഭാവന്മാരുടെ മനോഭാവം. എന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ല, ഇത് എൻ്റെ ദിഷ്ടമാണ്, എൻ്റെ പ്രാരബ്ധമാണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഇത് ഈ രാജഭടന്മാർ ഇത് കേൾക്കുകയും രാജാവിൻ്റെ അടുത്ത് ഈ സംഭാഷണത്തെക്കുറിച്ച് കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം മഹാനായ ഒരു ഋഷിപുങ്കവനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് രാജാവ് വന്ന് അദ്ദേഹത്തോട് ക്ഷമായാചനം ചെയ്ത് അദ്ദേഹത്തെ ഈ ശൂലത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശൂലം അറുത്തു മാറ്റി. എടുത്തു കളയാൻ സാധിച്ചില്ല. അറുത്തു മാറ്റിയ ആ ശൂലത്തിൻ്റെ ഒരു ഖണ്ഡം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ദീർഘകാലം ഈ മാണ്ഡവ്യ മഹർഷി അണിമാണ്ഡവ്യൻ എന്ന പേരോട് കൂടിയിട്ട് പിന്നീട് അറിയപ്പെടുകയും ദീർഘകാലം ജീവിക്കുകയും ചെയ്ത് ഒരുപാട് കാലം ദീർഘമായ ധ്യാനത്തിൽ മുഴുകി അദ്ദേഹം പുണ്യലോകങ്ങളിൽ ചെന്നു. അവിടെ ചെന്ന് യമധർമ്മനോട് അദ്ദേഹം തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ പീഡനത്തിൻ്റെ കാരണം എന്താണ്,
എന്ന് ചോദിച്ചു. അപ്പോൾ യമൻ പറഞ്ഞു, അങ്ങ് ചെറിയ കാലത്ത് പ്രായത്തിൽ കുട്ടിക്കാലത്ത് ഇഷീക എന്ന് പറയുന്ന കൂർത്ത പുല്ലുകൊണ്ട് ചില ശലഭങ്ങളെ ആ പുല്ലിൽ കോർത്തിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ പാപത്തിൻ്റെ ഫലമാണ് ഈ അനുഭവം എന്ന് പറഞ്ഞു. അത് കേട്ട് മാണ്ഡവ്യൻ ക്രുദ്ധനായിട്ട് ആ യമധർമ്മനെ ശപിക്കുകയാണ്. 12 വയസ്സ് വരെയുള്ള കുട്ടികൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾക്ക് പാപം കൽപ്പിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് നീ തെറ്റായ രീതിയിൽ ധർമ്മവിരുദ്ധമായി പെരുമാറിയത് കൊണ്ട് നീ ശൂദ്രയോനിയിൽ ജനിക്കാൻ ഇടവരട്ടെ. ആചതുർദശകാത് വർഷാത് ന ഭവിഷ്യതി പാതകം പരതക്കുറവതാമേവം ദോഷ ഏവ ഭവിഷ്യതി. അന്ന് മുതൽ അദ്ദേഹം വിധിച്ചു, 14 വയസ്സ് വരെ കുട്ടികൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളെ പാപമായിട്ട് പരിഗണിക്കരുത്, അതിനുശേഷം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളെ പാപമായിട്ട് പരിഗണിക്കുകയും ചെയ്യണം എന്ന് അദ്ദേഹം വിധിക്കുകയും ചെയ്തു. ആ യമധർമ്മനാണ് ഈ കുരുകുലത്തിൽ വിതുരൻ എന്ന പേരുള്ള ധർമാത്മാവായിട്ട് ജനിച്ചത് എന്നുകൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.